ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ ഏറെ സ്നേഹിക്കുന്ന ദൈവജനമേ, എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. വിശുദ്ധ നോമ്പിൻ്റെ പുണ്യദിനങ്ങൾ നമ്മുടെ ജീവിതത്തെ ദൈവത്തോട് ചേർത്ത് കൂടുതൽ നന്മയിലേക്ക് നയിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 5-ാം വാക്യത്തിൽ വായിക്കുന്ന ഒരു സന്ദർഭം നമ്മുടെ മനസ്സിൽ കൂടെ നോമ്പിൽ കടന്നു പോകേണ്ട ആഴമായ ഒരു ചിന്തയാണ്. അബ്രഹാം ഇസഹാക്കിനെ ബലി കഴിക്കുവാൻ മോറിയ മലയിലേക്ക് കടന്നു പോകുന്ന സന്ദർഭമാണ്. അവിടെ മലയുടെ അടിവാരത്ത് ചെല്ലുമ്പോൾ ബാല്യക്കാരോട് അബ്രഹാം പറയുകയാണ്, നിങ്ങൾ ഇവിടെ ഇരിപ്പീൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം എന്ന് പറയുന്നു. ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം എന്ന് അബ്രഹാം ബാല്യക്കാരോട് പറയുകയാണ്. വളരെ ശുഭപ്രതീക്ഷയോടെ തൻ്റെ ജീവിതത്തിൽ തൻ്റെ വാർദ്ധക്യത്തിൽ ലഭിച്ച മകനെ ബലി കഴിക്കുവാൻ കൊണ്ടുപോകുന്ന ഒരു സന്ദർഭമാണ്. ഏതൊരപ്പൻ്റെ ജീവിതത്തിലും ഏറെ പ്രയാസമേറിയ ഒരു ഘട്ടമാണ് അബ്രഹാം കടന്നു പോകുന്നത്. ജീവിതത്തിൽ പല പ്രതിസന്ധികളും നേരിട്ടിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു പ്രതിസന്ധി അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് അബ്രഹാം ഒരുപക്ഷെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുകയില്ല. കാരണം അത്രമാത്രം താൻ സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ലാത്ത ഒരു മകനെ അവൻ്റെ അമ്മയിൽ നിന്ന് അടർത്തി മാറ്റി ബലി കഴിക്കുവാൻ മോരിയ ദേശത്തേക്ക് കടന്നു പോകുന്ന ഒരു സന്ദർഭം. അവൻ്റെ കണ്ണിൽ നിന്ന് ഒരുപക്ഷെ കണ്ണുനീർ ഉതിർന്നു വീഴുന്നുണ്ടാകാം. എന്നാലും അതിൻ്റെയൊക്കെ മധ്യത്തിൽ ആ പ്രയാസഘട്ടത്തിൽ അവൻ വളരെ പ്രത്യാശയോടുകൂടി അബ്രഹാം ബാല്യക്കാരോട് പറയുന്നു, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാമെന്ന്. ഏതു പിതാവിനാണ് ഈ ഒരു സാഹചര്യത്തെ സഹിക്കുവാൻ കഴിയുക? എന്നാൽ ഉറച്ച ദൈവബോധമുള്ള, ഉറച്ച വിശ്വാസമുള്ള, ദൈവികമായ പ്രത്യാശയുള്ള അബ്രഹാമിൻ്റെ ജീവിതം നമുക്ക് മാതൃകയാക്കുവാൻ കഴിയേണ്ടതാണ്. ഏതൊരാൾക്കും കഴിയാത്ത തരത്തിലുള്ള വിശ്വാസവും ദൈവികമായ അനുഭവവും അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇവിടെ നാം കാണുന്നത്. അവൻ കടന്നു പോകുന്ന കനൽ വഴികൾ അനേകമാണ്. അവിടെയൊക്കെ പ്രാർത്ഥനയോടെ ദൈവത്തോട് ചേർന്ന് നിന്നതുകൊണ്ട് അവൻ്റെ ജീവിതം ഏറെ സന്തോഷകരമായ അനുഭവമായി തീർന്നു എന്നുള്ളതാണ്. ദൈവം നൽകിയ വാഗ്ദാനങ്ങൾ അബ്രഹാമിലൂടെ നിവർത്തിയാകുവാൻ തക്കവണ്ണം ഇടയായി. ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ, കടൽക്കരയിലെ മണൽത്തരികൾ പോലെ നിനക്ക് സന്തതിയെ ജനിപ്പിക്കുമെന്ന് പറഞ്ഞ ദൈവം, യഹോവയായ ദൈവം, അവന് നൽകിയ മകനെ ബലി കഴിക്കുവാൻ പറയുമ്പോഴും അതിന് യാതൊരു വൈമുഖ്യവും കാണിക്കാതെ, ഒരു മടിയും കാണിക്കാതെ ആ ദൈവകൽപ്പനയെ അനുസരിക്കുവാൻ തയ്യാറാകുന്ന അബ്രഹാം, അതുകൊണ്ടാണ് അബ്രഹാം വിശ്വാസികളുടെ പിതാവായി ആയിത്തീരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. ലോകചരിത്രത്തിൽ അബ്രഹാമിനോളം കഷ്ടതകളിൽ കൂടി കടന്നുപോയ ഒരു മനുഷ്യനെ കാണുവാൻ കഴിയുമോ എന്ന് നമുക്ക് ചിന്തിക്കുവാൻ പ്രയാസമാണ്. കാരണം അത്രമാത്രം അനുഭവങ്ങളിലൂടെ, കഷ്ടതകളിലൂടെ അബ്രഹാം കടന്നുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവം കൽപ്പിക്കുന്നതനുസരിച്ച് തൻ്റെ സ്വദേശം വിട്ട് താൻ കാണിപ്പാനിരിക്കുന്ന ഒരു ദേശത്തേക്ക് കടന്നു പോകുവാൻ പറയുമ്പോഴും അതിന് യാതൊരു വിമുഖതയും അബ്രഹാം കാണിച്ചില്ല എന്നുള്ളതാണ്. ഈ സന്ദർഭത്തിലും അപ്രകാരമാണ്. തൻ്റെ മകനെ ബലി കഴിക്കുവാൻ ഒരുങ്ങുമ്പോൾ അതിനുവേണ്ടി മറുത്തൊരക്ഷരം മിണ്ടുവാൻ നിൽക്കാതെ ദൈവകൽപ്പനയെ വളരെ ശ്രദ്ധയോടെ അനുസരിക്കുവാനാണ് അബ്രഹാം ശ്രദ്ധിക്കുന്നത്. ഇവിടെ അബ്രഹാമിൻ്റെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആത്മീകമായ അനുഭവം അത് ആരാധനയുടെ അനുഭവമാണ്. ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷ അവൻ്റെ മനസ്സിൽ നാം തെളിഞ്ഞു കാണുകയാണ്. അതൊരു വലിയ വിശ്വാസമാണ്, അതൊരു വലിയ പ്രത്യാശയാണ്. എത്രമാത്രം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു പ്രത്യാശയിലേക്കും ഈ ഒരു വിശ്വാസത്തിലേക്കും വളരുവാൻ കഴിയുമെന്നുള്ളതാണ്. ആ ഒരു പ്രത്യാശയോടെ താൻ കടന്നു പോകുന്നത് കൊണ്ടാണ് അവിടെ അബ്രഹാം ബലി കഴിക്കുവാൻ ഒരുങ്ങുമ്പോൾ തൻ്റെ മകന് പകരം ദൈവം ഒരുക്കിയിരുന്ന കുഞ്ഞാടിനെ ബലി കഴിച്ച് ദൈവത്തിന് ആരാധന കഴിച്ച് മടങ്ങി വരുവാൻ അവന് കഴിഞ്ഞത്. അപ്പം അത്രമാത്രം ജീവിതത്തിൽ വിശുദ്ധിയും ദൈവികമായ പ്രത്യാശയും അബ്രഹാമിനുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിലും
ഈ ഒരു വിശ്വാസവും ഈ ഒരു പ്രത്യാശയും ദൈവ ആരാധനയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നാം ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നോമ്പിൻ്റെ ദിനങ്ങൾ അനുഗ്രഹത്തിൻ്റേതായി തീരട്ടെ, ആരാധനയുടേതായി തീരട്ടെ. ദൈവികമായ പ്രത്യാശയുടെ പൂർത്തീകരണമായി ഈ നോമ്പ് ആയിത്തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.